എല്ലാവർക്കും നമസ്കാരം. ഇവർക്ക് മിലു കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. തണ്ണിമത്തൻ്റെ തോടും കൊണ്ടുള്ള ഒരു അച്ചാറാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ തണ്ണിമത്തൻ്റെ തോടൊക്കെ കളയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് തവണ ഞങ്ങളിപ്പോൾ തണ്ണിമത്തൻ്റെ തോടും കൊണ്ട് ഇതുപോലൊരു അച്ചാർ വെച്ച് നോക്കി. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞങ്ങളിവിടെ ഒരു മീഡിയം സൈസ് തണ്ണിമത്തൻ്റെ പകുതി തോടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം അതിൻ്റെ പുറംതൊലി, നമ്മൾ കട്ടിയുള്ള ആ പച്ച കളർ പുറംതൊലിയൊക്കെ കളഞ്ഞ് ആ വെള്ള ഭാഗം മാത്രം എടുത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഞങ്ങളിവിടെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ സൈസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞങ്ങളിവിടെ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ നമുക്ക് വേണ്ടത് കായം, വിനീഗർ. ഇത്രയാണ് നമുക്ക് തണ്ണിമത്തൻ്റെ അച്ചാർ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. നമുക്ക് ഈ അച്ചാർ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും അരിയാവുന്നതാണ്. പച്ചമുളക്, ഞാനിവിടെ ഒരു 5 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. കുറച്ച് കറിവേപ്പില. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഒന്ന് ഭയങ്കരമായിട്ട് ഇത് മൂത്തെടുക്കണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തണ്ണിമത്തന് ഇട്ട് കൊടുക്കണം. ഈ തണ്ണിമത്തന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ അകത്ത് ഈ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. തണ്ണിമത്തൻ്റെ തോട് നമ്മൾ അരിയുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കിയിട്ട് വേണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമെല്ലാം മാറിയിട്ട് വേണം നമ്മളിത് ഇങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്കവണ്ണം നമ്മളിത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് മൂപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വെള്ള കളറൊക്കെ അങ്ങ് മാറി ഒരു മഞ്ഞ കളറ് വരും. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇത് വരേണ്ടത്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിയണം. ഇനി ഇതിലേക്ക് നമുക്ക് അതിനാവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മുളക് പൊടിയും ഇതിൽ പിടിക്കത്തക്കോണം നന്നായിട്ടൊന്ന് വഴട്ടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ എരിവുള്ളത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഇത് കടുകും ഉലുവയും കൂടെ ഞാൻ വറുത്ത് പൊടിച്ചതാണ്. ഞാൻ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും എടുത്ത് വറുത്ത് പൊടിച്ചതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 6 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 6 ടേബിൾ സ്പൂൺ വിനീഗർ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ തണ്ണിമത്തൻ്റെ തോടിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ആ എരിവും പുളിപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അപ്പം ചെറിയൊരു മധുരം നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കണ്ട. ഞാനിത് 1 മാസം മുമ്പ് തണ്ണിമത്തൻ്റെ തോട് കൊണ്ട് ചെയ്ത അച്ചാറാണിത്. ഇതുവരെ ഇത് കേടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ എണ്ണയിലിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റി എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്തെ വെള്ളമയം എല്ലാം അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ കേടാവത്തില്ല. നമുക്ക് പുറത്ത് തന്നെ വെച്ച് നമുക്കിത് കൂട്ടാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ വെച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യവും ഇല്ല. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ തണ്ണിമത്തൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. അപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു ടേസ്റ്റി റെസിപ്പിയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം.